ശ്രീമദ് ഭാഗവതം ക്ലാസ് 222 നമ്മൾ ദശമസ്കന്ധത്തിലെ ആദ്യ ഭാഗത്തിലെ 20ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഭഗവാന്റെ വർഷകാല ലീന വനക്രീഡകൾ. അപ്പോൾ പൊതുവെ കുട്ടിക്കാലത്തുള്ള ആ കാലഘട്ടത്തിൻ്റെ പ്രകൃതിയെപ്പറ്റിയും അതിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ സൗന്ദര്യത്തെ, കൃഷ്ണൻ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി, അതിൻ്റെ പ്രത്യേകതകളും എല്ലാമാണ്, അവരുടെ കളികളെപ്പറ്റി, ആ ചെറുപ്പകാലത്തുള്ള കളികളുടെ രീതികളെല്ലാമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നില് ശ്രീസുകൻ പറയുകയാണ്, കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെട്ട് പ്രലംബാസുരനിൽ നിന്നും അദ്ദേഹത്തെ വധിച്ചു. അങ്ങനെയുള്ള അത്ഭുത കർമ്മങ്ങളെല്ലാം ഗോപന്മാരെല്ലാം ഗോപശ്രീകളെടുത്ത് പോയിട്ട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അതായത് ആ നാട്ടിലെ എല്ലാവരുടെയും സംസാര വിഷയം, എല്ലാം അവരുടെ ജീവിതം, ഭാവി എല്ലാം ഇത്തരം വ്യക്തികളിൽ, അല്ലെങ്കിൽ കൃഷ്ണനിൽ, അല്ലെങ്കിൽ ബലരാമനിൽ, ഇവരിലെല്ലാമാണ് ഇപ്പോൾ അധിഷ്ഠിതമായി ആ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി 2 അത് കേട്ട് അത്ഭുതപ്പെട്ട ഗോപവൃദ്ധന്മാരും ഗോപികമാരും കൃഷ്ണനും രാമനും ഗോകുലത്തിലേക്ക് ഇറങ്ങി വന്ന 2 ദേവശ്രേഷ്ഠന്മാരായി വിചാരിച്ചു. അവർക്കെല്ലാം സ്വാഭാവികമായിട്ടല്ലേ തോന്നുക, ഇതേതോ ദേവതകൾ അങ്ങ് ഭൂമിയിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതാണെന്ന്. അവരുടെ ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലും അത്തരം ദിവ്യ കഴിവുകളുള്ള വ്യക്തികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ചിന്തിക്കുക, ഇവരെടുന്നു അങ്ങ് മോൾന്ന് ഇറങ്ങി വന്നതാണെന്നാണ്. ഇനി 4 പറയുകയാണ്, അനന്തരം സമസ്ത ജീവജാലകൾക്കുമുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന ഇടിമുഴക്കത്തോടു കൂടിയ മഴക്കാലം ആരംഭിച്ചു. ഇനി മഴക്കാലത്തിൻ്റെ വർണ്ണനകളാണ്. ഇത് നമുക്കെല്ലാം കുറേയെല്ലാം അനുഭവത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റും. മിന്നലിനാലും 4 മിന്നൽ, ഇടിമുഴക്കത്താലും കാർമേഘത്താലും കാന്തിമങ്ങിയ ജ്യോതിർഗോളങ്ങളോടുകൂടി. കാന്തിമങ്ങിയ ജ്യോതിർഗോളങ്ങൾ എന്ന് പറഞ്ഞാൽ കാർമേഘമുണ്ട്, ഇടിയുണ്ട്, മിന്നലുണ്ട്. ഇതിൻ്റെ ഇടക്ക് ആകാശത്തിലെ സൂര്യനായാലും ചന്ദ്രനായാലും ഗോളങ്ങളെ ഒന്നും വ്യക്തമായിട്ട് തെളിഞ്ഞു കാണില്ല. രാത്രിയാണെങ്കിൽ നക്ഷത്രത്തെ ഒന്നും കാണില്ല. ആകാശം സത്വാദി ഗുണയുക്തമായ ജീവാത്മാവ് പോലെ ശോഭിച്ചു. നമ്മളെ ഉള്ളിൽ ആ പ്രകൃതിയുടെ ഒരു ഭാഗം നമ്മളിലുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുകയാണ്, നമ്മളെ ഉള്ളിലുള്ള ഹൃദയം പോലെ, ജീവാത്മാവ് പോലെ, എല്ലാ സത്വാദി ഗുണങ്ങളുള്ള ജീവാത്മാവ് പോലെ അത് ശോഭിച്ചു എന്ന് പറയുകയാണ്. അന്തരീക്ഷം, ജീവാത്മാവ് ഉള്ളിൽ, അതാണ് എല്ലാത്തിനും കാരണമാകുന്നത്. ഈ ഗ്രഹങ്ങളും എല്ലാം തന്നെയാണ് ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നത്. പക്ഷേ അത് മറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ നമ്മളെ ജീവാത്മാവ് മറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ആ ജീവാത്മാവാണ് നമ്മളിലുള്ള എല്ലാ ചേഷ്ടകൾക്കും, എന്തെല്ലാം ഗുണവിശേഷങ്ങൾ നമ്മളുണ്ടോ അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി. പിന്നെ 5 ആദിത്യൻ 8 മാസം കൊണ്ട് തൻ്റെ രശ്മികളാൽ കുടിച്ച ജലസമ്പത്ത് തക്കതായ സമയം എത്തിയപ്പോൾ വിതരണം ചെയ്യുവാൻ ആരംഭിച്ചു. ആ മഴ പെയ്യുന്നതിൻ്റെ തത്വമാണ് അവർ വിവരിച്ചു തരുന്നത്. 8 മാസത്തോളം ചൂടല്ലായിരിക്കുമ്പോൾ ഭൂമിയിലുള്ള ജലം മുകളിലേക്ക് ഉയരും. അതാണ് സൂര്യരശ്മികളാൽ കുടിച്ച. നമ്മളിങ്ങനെ കുടിക്കുന്ന മാതിരിയെല്ലാം ചിന്തിക്കും. സൂര്യൻ വന്നിട്ട്, സൂര്യനൊരു മനുഷ്യനാണ്, വന്നിട്ട് രശ്മികളായിട്ട് ആ വെള്ളം കുടിക്കും. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഭൂമിയിലെ ജലം മുഴുവൻ ഉഷ്ണത്തിൽ ഉയർന്ന് അന്തരീക്ഷത്തിലെത്തിയിട്ട് പിന്നെ മഴ പെയ്യേണ്ട സമയമാകുമ്പോൾ അതെന്ത് ചെയ്യുന്നു, എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നിന്ന്, ഭൂമിയിൽ നിന്ന് എല്ലായിടത്തു നിന്നും കളക്ട് ചെയ്ത വെള്ളം അവിടെ നിന്ന് ഓരോ ദേശത്തിലേക്ക് വീതിച്ചു കൊടുക്കുകയാണ്. ആര്? സൂര്യൻ. അതൊരു സത്യം തന്നെയാണ്. നമുക്കറിയാം,
നമ്മളെ ദേശത്ത് നമ്മളെ വീട്ടിൻ്റെ ഈ ചുറ്റുവട്ടത്ത് മഴ പെയ്തിട്ടുണ്ടാവും, കുറച്ചപ്പുറം നോക്കുമ്പോൾ അവിടെ മഴ പെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം ആരെങ്കിലും വണ്ടിയിലെല്ലാം വരുമ്പോൾ നമുക്കൊന്നും വഴിയില്ല, ഇവിടെ മാത്രമാണ് മഴ എന്ന് പറയും. അപ്പം വീതിച്ചു കൊടുക്കുകയാണ്. അതിനെ സൂര്യൻ ഇഷ്ടമുള്ള സ്ഥലത്ത് വീതിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. 6 പറയുകയാണ്, കരുണ അർഹിക്കുന്ന ജനങ്ങൾ. കരുണ അർഹിക്കുന്ന ജനങ്ങൾക്കാണ് മഴ പെയ്ക്കുന്നത്. എല്ലാവരും കരുണ അർഹിക്കുന്നവർ തന്നെ. പക്ഷേ ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒന്നും മഴ പെയ്യിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ പെയ്യുന്ന സ്ഥലത്തുള്ളവർ കരുണ അർഹിക്കുന്നവരാണ്. മഴ പെയ്യുമ്പോൾ എല്ലായിടത്തും പെയ്യില്ലല്ലോ. അപ്പോൾ ഓരോ ദിവസം വിരിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നു. അപ്പം കരുണ അർഹിക്കുന്ന ജനങ്ങൾ എന്ന നിലയിൽ മിന്നൽ പിണറോടും ഇടിമിന്നലോടും കൂടി ചിലപ്പോൾ കൊടുങ്കാറ്റോടും കൂടി എന്തു ചെയ്യും? ലോകത്തിന് പ്രീതികരമായ ജലത്തെ വർഷിച്ചു. പ്രീതി ഉണ്ടാക്കുക. എല്ലാവരും ആദ്യകാലം എന്തായിരിക്കും? മഴ പെയ്യുന്ന തുടക്കത്തിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇങ്ങനെ കട്ടിപ്പിക്കുമ്പോഴാണ് പിന്നെ പ്രശ്നം. അപ്പം പ്രീതികരമായ ജലത്തെ വർഷിച്ചു. ഇനി 7 വേനൽ ചൂടിനാൽ വരണ്ടതും ഇപ്പോൾ പർജന്യനാൽ നനക്കപ്പെട്ടതുമായ ഭൂമി തപസ്സിലൂടെ ഉദ്ദേശിച്ച ഫലം കിട്ടിയവനെ പോലെ പരിപുഷ്ടിയുള്ളതായിത്തീർന്നു. വേനൽ ചൂടിൽ വരണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് പർജന്യൻ ഇവർ ഭൂമി തപസ് ചെയ്തപ്പോൾ മഴ കിട്ടിയതുപോലെ പർജന്യൻ എന്ത് ചെയ്യുന്നത്? ഭൂമിയെ മഴ പെയ്ത് നനക്കുന്നത്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? അവർ പരിപുഷ്ടിയായിത്തീരുന്നു. ഭൂമി പുഷ്ടിപ്പെടുന്നു. ചെടികളെല്ലാം പിന്നെ വളരാൻ തുടങ്ങുന്നു. എന്നിട്ട് 8 പറയാണ്, കലികാലത്തിൽ വിവേകത്തെ മറക്കുന്ന അജ്ഞാനം കൊണ്ടുള്ള പാപത്താൽ. വിവേകത്തെ മറക്കും ആര്? അജ്ഞാനം. അതായത് കലികാലത്തിലെ ജനങ്ങൾക്ക് അജ്ഞാനികളാണ് പൊതുവെ. ഏതിനെ? ആ ഈശ്വരനെ മനസ്സിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ. അജ്ഞാനം കൊണ്ടുള്ള പാപത്താൽ വേദവിരുദ്ധങ്ങളായ പാഷാണ്ഡ ശാസ്ത്രങ്ങൾ ശോഭിക്കുന്നു. അപ്പം കലികാലത്തിൽ വേദമൊന്നുമില്ല. ഉള്ള ശാസ്ത്രങ്ങളെല്ലാം പാഷാണ്ഡ ശാസ്ത്രങ്ങളാണ്. ആരെല്ലോ ഉണ്ടാക്കിയ പിന്നെ ഉണ്ടാക്കുന്നതിനാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. ആർക്കും സ്മൃതികളെല്ലാം ഉണ്ടാക്കാം. അപ്പം വേദവിരുദ്ധങ്ങളായ പാഷാണ്ഡ ശാസ്ത്രങ്ങൾ. അപ്പം കലികാലത്തിലുള്ളതൊന്നും വേദമൊന്നുമല്ല. വേദത്തെ പറയുന്ന കാര്യം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതെല്ലാമാണോ നമ്മൾ പുറത്ത് കാണുന്നത്? എല്ലാം പാഷാണ്ഡ ശാസ്ത്രങ്ങളാണ്. ആ പാഷാണ്ഡ ശാസ്ത്രങ്ങളാണ് ശോഭിക്കുന്നത്. അത് ഏതുപോലെയെന്ന് മഴയായിട്ട് ബന്ധിപ്പിച്ചിട്ട് പറയുക. അതുപോലെ മഴക്കാല രാത്രിയിൽ ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം മൂടിക്കിടക്കുമ്പോൾ, മഴക്കാറ് കൊണ്ട് മൂടിക്കിടക്കുമ്പോൾ മിന്നാമിനുങ്ങൾ എന്ത് ചെയ്യും? അവിടെ കിടന്നിട്ട് ശോഭിക്കുന്ന പോലെ. ഈ മിന്നാമിനുകൾക്ക് സമാനമാണ് എന്ത്? പാഷാണ്ഡ ശാസ്ത്രങ്ങൾ. വല്ല വെളിച്ചവും കിട്ടുമോ? ചന്ദ്രനെയും നക്ഷത്രങ്ങളെയെല്ലാം മറച്ചിട്ട്, അതായത് വേദങ്ങളെ മറച്ചിട്ട്, കലിയുഗമാകുമ്പോൾ വേദങ്ങളൊന്നുമില്ല. ആർക്കും ഒരു ചുക്കും അറിയില്ല വേദത്തെ പറ്റി. പിന്നെ മിന്നാമിനുങ്ങളെ മാതിരി എന്തോ പാഷാണ്ഡ ശാസ്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. മഴയും വെച്ചുകൊണ്ട് കമ്പയർ ചെയ്ത് പറയുകയാണ്. ഇനി 9 ആദ്യം മിണ്ടാതെ കിടന്നിരുന്ന തവളകൾ. അപ്പോൾ അതുവരെ എവിടെയോ തവളകളുണ്ട്. ഇപ്പം മഴ പെയ്യാത്ത സമയം ചിന്തിച്ച് നോക്കിയ തവളയുണ്ടോ? ഒറ്റൊന്നിൻ്റെ അനക്കം കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഇത് വേദങ്ങളിലും തവളകളെ പറ്റി ഒരു സൂത്രം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കരച്ചൽ ഏതെല്ലാം തരത്തിൽ പട്ടി പോലെ പൂച്ച പോലെ കരയുന്നതെന്നല്ല നമ്മൾ കണ്ടതാണ് ഒരിക്കൽ. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിനെപ്പറ്റി പറയുകയാണ്. ആദ്യം മിണ്ടാതെ കിടന്നിരുന്ന തവളകൾ മേഘത്തിൻ്റെ ഗർജനം കേട്ടപ്പോൾ ഏത് പ്രകാരം മേഘത്തിൻ്റെ ഗർജനം കേട്ടപ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന ഏത് പ്രകാരം എന്ന് പറയുകയാണ്. അതിനെ ഈ മഴയായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് ഇതിനെ പറയാൻ പോകുന്നത്. ഏതുപോലെയെന്ന് മഴയിൽത്താണ് എന്തു പറ്റും? തവളകൾ ആദ്യത്തെ ഗർജനം കേൾക്കുമ്പോൾ എന്താ ചെയ്യുക? അത് ഏത് പ്രകാരം ബ്രഹ്മചാരികൾ, അതായത് വേദം പഠിക്കാൻ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നവർ, നിത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഗുരുവിൻ്റെ ആജ്ഞാശബ്ദം കേട്ടാൽ
ഗുരു എടുത്ത് വേദം പഠിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തു ചെയ്യും? വേദാധ്യഗ്ന ഘോഷം ആരംഭിക്കുന്നത് പോലെ. അപ്പം എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ട് ഗുരു പറയായിരിക്കും ഇരുന്ന് വേദം പഠിക്കുന്നു. വേദം പഠിക്കുന്നു പറഞ്ഞാൽ ചൊല്ലലാണ്. പിന്നെ എന്തായിരിക്കും ചൊല്ലുക? ആ ചൊല്ലുന്ന ഒച്ച അറിയാലേ, എല്ലാം കൂടിയിട്ട് വേദം വായിക്കുന്ന ആ ശബ്ദം പോലെയാണ് തവളകൾ കരയുക എന്ന് പറയുക. മഴക്കാലത്ത് ഇടിമിന്നൽ കേൾക്കുമ്പോൾ തവളകളുടെ കരച്ചിൽ, ഗുരുനാഥൻ പറയുന്നത് പോയി വേദം എടുക്കുക പഠിക്കുക എന്ന് പറയുമ്പം ബ്രഹ്മചാരികൾ വേദം എടുത്തിട്ട് മന്ത്രം ഇങ്ങനെ ഉരുവിടാൻ തുടങ്ങും. തവളകൾ കരയുന്നത് വല്ല അർത്ഥവും വെച്ചിട്ടാണോ തവളകൾ കരയുന്നത്? അല്ല, അതുപോലത്തെ ചുമ്മാ ഇങ്ങനെ വേദം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഭംഗ്യന്തരയുടെ. അവർക്കപ്പോൾ എഴുതിയ വേദവ്യാസന് തന്നെ അറിയാം ഇതിൻ്റെ അവസ്ഥ ഭാവിയിൽ എന്താണെന്ന്. തവള കരയുന്ന പോലെയാണ് എന്നാണ് പറഞ്ഞ് വെക്കുന്നത്. അതും പെട്ടെന്ന് എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച്, അല്ലാതെ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല പഠിക്കുന്നത്. ഗുരുനാഥൻ്റെ ആജ്ഞ കേൾക്കുമ്പോൾ ഗുരുനാഥൻ പോയി പഠിയടാന്ന് പറയുമ്പോൾ പെട്ടെന്ന് കയറി ഒന്നിച്ച് തവള കരയുന്ന പോലെ വേദമന്ത്രം ചൊല്ലാൻ തുടങ്ങും. ഇനി ഇന്ദ്രിയങ്ങൾക്ക് അതിന് അധീനമായിട്ട് പ്രവർത്തിക്കുന്നവർ, അതാ ഇന്ദ്രിയ സുഖത്തിന് പിന്നാലെ നടക്കുന്നവർ, അവരുടെ ദേഹപുഷ്ടിയും ധനപുഷ്ടിയും എല്ലാം അതോടുകൂടി കുറഞ്ഞു വരും. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരുടെ അവസ്ഥ ഇവയാണ്. അവരുടെ ശരീരവും ക്ഷയിക്കും, ധനവും ഇങ്ങനെ ക്രമത്തിൽ ഇല്ലാതാവും. അതുപോലെ മഴ മൂലം കരകവിഞ്ഞൊഴുകിയ നദികൾ, ചെറിയ നദികൾ, വലിയ നദികളല്ല, മഴ മൂലം കരകവിഞ്ഞൊഴുകിയ ചെറിയ ചെറിയ അരുവികൾ മഴ തീരുമ്പോൾ എന്താകും? വെള്ളം വാർന്നു പോകും. അപ്പം ചില വെള്ളം മഴ പെയ്യുമ്പോൾ ചിലയിടത്തുള്ള ഒരു അരുവിമാരി ഓടുന്നതാണ്. മഴ തീർന്നു കഴിഞ്ഞാൽ അത് തീരും. അതുപോലെയാണ് ഇന്ദ്രിയങ്ങൾക്ക് അധീനമായിട്ട് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നവരുടെ അവസ്ഥ. അവരുടെ ശരീരവും പുഷ്ടിയും പണമെല്ലാം ക്രമത്തിലങ്ങ് നഷ്ടപ്പെട്ടു പോയി. എല്ലാം മഴയായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഈ സൂക്തത്തിൽ, അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ. 11 പച്ചപ്പുല്ലുകളാൽ പച്ച നിറത്തോടും. ഇപ്പം ചിലയിടത്ത് പച്ചപ്പുല്ലുകൾ ഇങ്ങനെ വളർന്നു കിടക്കും. മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് പുല്ല് മുളക്കും. അതിൻ്റെ മേലെ ചുവന്ന പുഴുക്കൾ ചുവപ്പ് നിറത്തോടും കൂടി അവിടെ, അതായത് പുല്ലിൻ്റെ മേലെ കുതിരപ്പലെ വേറെ പട്ടാളക്കാർ കയറിയതുപോലെ അങ്ങമിങ്ങും മുളച്ചു നിൽക്കുന്ന കൂണുകൾ, ചിലയിടത്ത് കൂണുകളും മുളച്ചു നിൽക്കും. ഇപ്പം രാജാവിൻ്റെ കൊട്ടാരന്മാർ. അപ്പോൾ എന്ത് തോന്നും? അത് വലിയൊരു സേനയാണെന്ന്, രാജാവിൻ്റെ സേനാസമ്പത്ത് പോലെ അനുഭവപ്പെടും. അത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു രാജാവിൻ്റെ സേന, ഒരു കൊടപാലിയുള്ള കൂണ് കുഴപ്പമില്ല, അത് രാജാവിൻ്റെ രഥത്തിലിരിക്കുന്നു. ചുറ്റും പുല്ല് മുളച്ചിട്ടുണ്ട്, പുല്ലിൻ്റെ മേലെ ആരും കയറി ഇരുന്നിട്ടുണ്ട്. ചുവന്ന പട്ടാളക്കാരുമാരിയുള്ള ജീവികൾ, പുഴുക്കൾ കയറിയിരുന്നിട്ടുണ്ട്. മഴയെ നമ്മുടെ ജീവിതമായിട്ടെല്ലാം ബന്ധിപ്പിച്ചിട്ടാണ് ഈ പറയുന്നത്. കൃഷിനിലങ്ങൾ കർഷകർക്ക് സന്തോഷം നൽകി. അപ്പം മഴ പെയ്തപ്പോൾ കർഷകർക്കെല്ലാം എന്തായി? സന്തോഷം നൽകി. അപ്പം കർഷകരായ നല്ല ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ജനങ്ങൾ, നല്ല ജനങ്ങൾ, ലോകത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന ജനങ്ങൾക്ക് സന്തോഷം നൽകി. എല്ലാം ഈശ്വരന് അധീനമാണെന്ന് മനസ്സിലാക്കാത്തവർക്ക് സങ്കടം നൽകി. ഇവിടെ ഈശ്വരനൊന്നുമില്ല, എല്ലാം ഞാൻ തന്നെയാണെന്ന് അഹങ്കരിക്കുന്ന കർഷകർക്ക്, വല്ലവരും അങ്ങനെ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സങ്കടത്തെ നൽകി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നല്ല ആൾക്കാരുടെ കൃഷി ലാഭം കൊയ്യും, ദുഷ്ടന്മാരുടെ എന്താവും? വെള്ളത്തിൽ എല്ലാം ഒലിച്ചു പോകും. പ്രകൃതി മഴ പെയ്യുമ്പോൾ ചിലവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നല്ലോ, അത് എതിർപ്പെടുത്തി ഈശ്വരനെ വിശ്വാസമില്ലാതെ എല്ലാം ഞാൻ തന്നെയാണ് എന്ന് അഹങ്കരിച്ച് നടക്കുന്നവരുടെ കൃഷിയെല്ലാം നശിച്ചു പോകും. ആ തരത്തിലതിനെ വ്യാഖ്യാനിച്ചു. 13 ശ്രീഹരിയുടെ പാദസേവയിൽ എന്ന പോലെ ശ്രീഹരിയെ പാദസേവ ചെയ്യുന്നവർക്ക് സാക്ഷാത്കാരം ലഭിക്കുന്നു.
ബ്രഹ്മസാക്ഷാത്കാരം. അതുപോലെ പൊതുജലത്തെ സേവിച്ചുകൊണ്ട് വെള്ളത്തിലും കരയിലും വസിക്കുന്ന എല്ലാ പ്രാണികൾക്കും അവരുടെ സ്വരൂപത്തെ പ്രാപിക്കുന്നു. അവർ നല്ല ഐശ്വര്യത്തോടു കൂടി ആ ജലത്തെ ആശ്രയിച്ച് കഴിയുന്നവർ, പൊതുജലത്തെ ആശ്രയിച്ച് കഴിഞ്ഞവർ സുഖമായിട്ട് അവരുടെ രൂപത്തെ പ്രാപിച്ചുകൊണ്ട് അവിടെ ജീവിക്കുന്നു. മഴ പെയ്യുമ്പോൾ ഇപ്പം തവളകൾ തന്നെ ആലോചിച്ച് നോക്കിയോ, മഴയുള്ള നേരം കാണും, ഇല്ലാത്തപ്പോൾ പിന്നെ എവിടെ പോയി ഒളിക്കും. ഇനി 14, പാകം വരാത്ത യോഗിയുടെ കാമവാസനയും വിഷയാസക്തിയും. യോഗയിൽ തിരിഞ്ഞിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവർ പാകത വന്നില്ല എങ്കിൽ, പൂർണ്ണമായിട്ടും ആ ഒരു മനസ്സിലേക്ക് എത്തിയില്ല എങ്കിൽ അവരുടെ മനസ്സെന്തായിപ്പോഴും കാറ്റിനാൽ ഇളകപ്പെട്ട തിരമാലകളോട് വിഷയസുഖങ്ങളിൽ, കാമത്തിൻ്റെയും വിഷയസുഖത്തിൻ്റെയും പിന്നാലെ അവരുടെ മനസ്സ് ഇളകിപ്പോകും. ഏതുപോലെ? കാറ്റിനാൽ ഇളകപ്പെട്ട തിരമാലകളോടുകൂടിയ നദികൾ സമുദ്രത്തിൽ പോയി വീഴുന്ന ആ സമുദ്രത്തെ ഇളക്കി മറിക്കുന്നത് പോലെ. അപ്പം നദികൾ പോയിട്ട് സമുദ്രത്തിൽ അങ്ങ് വീഴുമ്പോൾ ആ സമുദ്രം മുഴുവൻ ഇളക്കി മറിക്കുന്നത് പോലെ ശരിയായ പാകവിധമെത്താത്ത യോഗികളുടെ മനസ്സ് കാമവാസനയിലും വിഷയാസക്തിയിലും പെട്ടിട്ട് ഇളകി മറിഞ്ഞ് പോകും. ഇനി 15, ഭഗവാനിൽ ഉറച്ച മനസ്സുമായ താപത്രയത്താൽ കുലുങ്ങാത്തവനെപ്പോലെ മലകൾ വർഷധാരകൾ ഉണ്ടായിട്ടും കുലുങ്ങിയില്ല. എന്നാൽ നല്ല ഉറച്ച മനസ്സോടുകൂടി ആ ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഏതുപോലെയാണ്? പർവ്വതത്തിൻ്റെ മേലെ മഴ വീഴുന്നത് പോലെയാണ്. പർവ്വതത്തിൻ്റെ മേലെ എന്ത് മഴ വീഴിയാലും പർവ്വതം അതേ കിടക്കും. അതാണ് ഉറച്ച മനസ്സുമായി ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവരുടെ അവസ്ഥ. എല്ലാത്തവരുടെ അവസ്ഥ ഇത് പർവ്വതമാണെങ്കിൽ മറ്റേ സമുദ്രമാരിയാണ്. നദികൾ വന്ന് അതിൻ്റെ അകത്ത് വീഴുമ്പോൾ ആകെ കലങ്ങി മറിഞ്ഞു അവരുടെ മനസ്സ്. ഇനി 16 പറയാണ്, ബ്രാഹ്മണരാൽ പഠിപ്പിക്കപ്പെട്ടാലും, നല്ല ബുദ്ധിയുള്ള ബ്രാഹ്മണർ വേദങ്ങളെ പഠിപ്പിച്ചാലും, അല്ലെങ്കിൽ ഏത് ശാസ്ത്രത്തെ പഠിപ്പിച്ചാലും, വേദം തന്നെ എടുക്കണ്ട. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ജ്ഞാനം തികഞ്ഞവർ. വേദത്തിലുള്ളതും സയൻസ് തന്നെ, പുറത്തുള്ളതും സയൻസ് തന്നെ. അപ്പം നല്ല വേദ പണ്ഡിതരിലെ നല്ല അധ്യാപകന്മാർ എത്ര പഠിപ്പിച്ചാലും വേദങ്ങൾ നിത്യേന പരിശീലിക്കപ്പെടാതിരുന്നാൽ, അങ്ങനെ പഠിപ്പിക്കുന്ന വേദങ്ങൾ നിത്യം പരിശീലിച്ചിട്ടില്ല എങ്കിൽ ഏതുപോലെയായിത്തീരും? സംശയാസ്പദമാകുന്നത് പോലെ. അവർക്കെപ്പോഴും സംശയങ്ങളേ ഉണ്ടാവും. വേദങ്ങൾ പഠിപ്പിച്ചിട്ട് നിത്യം അത് പരിശീലിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അവരുടെ സംശയം തീരാൻ പോകുന്നില്ല. അതുപോലെ ഏതുപോലെ എന്നാൽ, മഴക്കാലത്ത് പുല്ലുകൾ വളരുമ്പോൾ നമ്മൾ പോകുന്ന വഴികളുണ്ടല്ലോ, പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ റോഡല്ല, പണ്ട് കാലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ മാത്രം പുല്ലുണ്ടാവില്ല, അപ്പുറം ഇപ്പുറം ഭയങ്കര പുല്ലാണ്, ചിലപ്പം പാമ്പും ഉണ്ടാവും. പക്ഷെ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ അവിടെയെല്ലാം കയറിയിട്ട് പെട്ടെന്ന് പുല്ലങ്ങ് മുളക്കും. അപ്പോൾ വഴി ഇങ്ങോട്ടാണോ എന്നുള്ള ആ ഒരു ചിന്താഗതിയെ നമ്മളിലെ വേദപഠനത്തെപ്പറ്റി താരതമ്യപ്പെടുത്തി പറയുകയാണ്. നമ്മൾ ആര് പഠിപ്പിച്ചാലും നിത്യം അത് പരിശീലിച്ചില്ല എങ്കിൽ ആകെ സംശയമായിരിക്കും എന്താണ് ഇതിൻ്റെ അർത്ഥം. ഇനി 17, സ്ഥിരമായ ഭർതൃസ്നേഹമില്ലാത്ത കാമുകിമാർ ഗുണവാന്മാരായ പുരുഷന്മാരിൽ ഉറച്ചു നിൽക്കാത്തതുപോലെ. ഭർത്താവോട് അത്രയും സ്നേഹമില്ലാതെ, ഉറച്ച സ്നേഹമില്ലാത്ത കാമുകിമാരെന്ത് ചെയ്യും? ഭർത്താക്കന്മാരായ പുരുഷന്മാരിൽ ഉറച്ചു നിൽക്കുകയില്ല. അതായത് സ്ഥിരമായ ഭർത്തൃസ്നേഹമുള്ള, അത് ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഇല്ലാത്ത കാമുകിമാരാണെങ്കിൽ സ്വന്തം ഭർത്താവിലൊന്നും ഉറച്ചു നിൽക്കാൻ പോകുന്നില്ല. അത് ഏതുപോലെ എന്നാൽ, മിന്നലുണ്ടാകുന്നത് പരോപകാരിയായ മേഘങ്ങളിൽ നിന്നാണെങ്കിലും, ഈ മിന്നലുണ്ടാകുന്നത് എവിടെ നിന്നാണ്? മേഘത്തിൽ നിന്നാണ്.
മേഘങ്ങൾ കൂടി ചേരുമ്പോഴാണ് മിന്നൽ ഉണ്ടാകുന്നത്. പക്ഷെ അത് അവിടെ ഉറച്ചു നിൽക്കില്ല, അതങ്ങ് ഓടി എവിടെയെങ്കിലും തോന്നുന്ന മാതിരിയെല്ലാം പോകും, ഉറച്ചു നിൽക്കില്ല. അതൊരു മേഘം ഉണ്ടായാൽ, അല്ല മേഘത്തിലൊരു മിന്നൽ ഉണ്ടായാലും നമ്മൾ ആകാശം നോക്കിയാൽ മതി, മിന്നൽ ഒരുത്തിയിലുണ്ടാവും, പക്ഷെ അത് ഉടനം കണ്ട വഴിക്കെല്ലാം പാഞ്ഞു പോകും. അതുപോലെയാണ് പ്രേമമില്ലാതെ, സ്ഥിരമായ പ്രേമമില്ലാതെ കാമുകിമാരുടെ അവസ്ഥ. അവർ ഭർത്താവിലൊന്നും ഉറച്ചു നിൽക്കാൻ പോകുന്നില്ല, ഏതോ വഴിക്കെല്ലാം അങ്ങ് പോകും. ഇനി 18 സത്വാദി ഗുണത്താലും ഉള്ള പ്രപഞ്ചത്തിൽ, സത്വാദി ഗുണങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിൽ, പ്രപഞ്ചം നമ്മിലും എല്ലാം ഉള്ള ആത്മാവ്, നിർഗുണനായ ആത്മാവ്, അതുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് എവിടെയാണോ അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവ് എവിടെയാണോ, നമുക്കെല്ലാം ഗുണങ്ങളുണ്ട്, പ്രപഞ്ചത്തിന് ഗുണമുണ്ട്, പക്ഷേ അതിലുള്ള ആത്മാവിന് ഒരു ഗുണവും ഇല്ല. അതുപോലെ ശബ്ദഗുണമുള്ള ആകാശത്തിന് പല ഗുണങ്ങളെല്ലാം ഉണ്ട്. ആ ആകാശത്തിൽ മഴവില്ലങ്ങനെ നിൽക്കുകയാണ്, പക്ഷേ മഴവില്ലിന് അതുമായിട്ട് ഒരു ബന്ധു ഇല്ല. ആകാശമെല്ലാം അങ്ങനെ ഇളകി മറിയുകയെല്ലാം ചെയ്യും, പക്ഷേ മഴവില്ലങ്ങനെ അങ്ങ് നിൽക്കും. ആകാശത്തിലെ മേഘങ്ങളെല്ലാം ചലിക്കും, പക്ഷേ മഴവില്ലങ്ങനെ നിൽക്കും. അതുപോലെ അപ്പം മഴവില്ലിനെ പറ്റി പറയുന്നുണ്ട്, മഴ പെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്, ജലം ഒഴുകുന്നതിനെ പറ്റി പറയുന്നുണ്ട്, സമുദ്രത്തിൽ വീഴുന്നതിനെ പറ്റി പറയുന്നുണ്ട്, തവള കരയുന്നതിനെ പറ്റി പറയുന്നുണ്ട്. എല്ലാം നമ്മുടെ ചില സ്വഭാവങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഇനി 19 സ്വചൈതന്യത്താൽ പ്രകാശിതമായ അഹംബുദ്ധിയാൽ മറക്കപ്പെട്ട ജീവാത്മാവ് സ്വചൈതന്യത്താൽ പ്രകാശമായ, ഏതിൻ്റെ ചൈതന്യത്താൽ? ജീവാത്മാവിൻ്റെ ചൈതന്യത്താലാണ് പ്രകാശിതമാകുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവിൻ്റെ ചൈതന്യത്താലാണ് ഈ ശരീരം എല്ലാം പ്രകാശിതമാകുന്നത്. അഹംബുദ്ധി, നമ്മുടെ ബുദ്ധിയെല്ലാം പ്രകാശിതമാകുന്നത് ആ ജീവാത്മാവിൻ്റെ പ്രേരണയാലാണ്. ആ അഹംബുദ്ധി പക്ഷേ അതെന്ത് ചെയ്തിട്ടുണ്ട്? അതിനാൽ തന്നെ ഈ ജീവാത്മാവിനെ മറച്ചിട്ടുണ്ട്. ജീവാത്മാവിനെ കാണാൻ പറ്റുന്നില്ല. അത് പിന്നിൽ നിന്ന് ഇതിനെല്ലാം തെളിയിക്കുകയാണ്. ഏതുപോലെ എന്നാൽ, അതേ പ്രകാരം സ്വകിരണത്താൽ പ്രകാശിതമായ മേഘങ്ങൾക്കിടയിലെ ചന്ദ്രൻ തെളിഞ്ഞില്ല. ആകാശത്തിൽ കറുത്ത മേഘം കാണാം രാത്രി, പക്ഷേ മേഘം കറുപ്പാണ്, അതിനെ കാണാനൊന്നും പറ്റില്ല. പക്ഷെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിലുള്ള ചന്ദ്രൻ മറഞ്ഞു നിന്നിട്ട് ആ മേഘത്തിൻ്റെ അറ്റത്തുകൂട്ടിയെല്ലാം പ്രകാശം പുറത്തേക്ക് വരുമ്പോൾ ആ കറുത്ത മേഘത്തെ നമുക്ക് കാണാം. അപ്പം ഈ മേഘം പ്രകാശിക്കുന്നത് ആ ചന്ദ്രൻ്റെ വെളിച്ചത്തിലാണ്, പക്ഷേ ചന്ദ്രൻ മറഞ്ഞാണ് നിൽക്കുന്നത്. അതുപോലെ ജീവാത്മാവാണ് നമ്മളെ പ്രകാശിപ്പിക്കുന്നത്, പക്ഷെ അത് മറഞ്ഞാണ് നിൽക്കുന്നത്. ഇനി 20 കുടുംബത്തിലിരിക്കുന്ന താപത്രയത്താൽ, വീടിൻ്റെ അകത്ത് കുടുംബത്തിൽ എപ്പോഴും എന്തായിരിക്കും? താപത്രയങ്ങളാൽ പരിതപിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ. എല്ലാ കുടുംബത്തിലും എന്തായിരിക്കും? ആ പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെയായിരിക്കും എല്ലാ കുടുംബത്തിലും എപ്പോഴും ഉള്ളത്. ആ സമയത്ത് ഭഗവത് ഭക്തരായ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല ആൾക്കാരെങ്കിലും വിരുന്നു വരികയാണെങ്കിൽ അപ്പോൾ എന്താണ്? എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും. ആകെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം മനസ്സെല്ലാം ദുഷിച്ചു കിടക്കുന്ന ഒരു വീട്ടിലേക്ക് നല്ലൊരു അതിഥി കയറി വരികയാണെങ്കിൽ ഉടനെ അവർക്കെല്ലാം ഭയങ്കര നിമിഷം സന്തോഷമായിരിക്കും. അതുപോലെ വേനൽ ചൂടയിൽ വലഞ്ഞുകൊണ്ടിരുന്ന മയിലുകൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നൃത്തം വെക്കാൻ തുടങ്ങി. അപ്പം മയിൽ നൃത്തം വെക്കുന്നതിനെ പറ്റിയും പറഞ്ഞു. ഇനി 21 തപസ്സനുഷ്ഠിക്കുന്ന തപാനുഷ്ഠാനങ്ങൾ, എന്തെങ്കിലും തപസ്സെല്ലാം അനുഷ്ഠിക്കുക, ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ചിട്ട് വ്രതമെല്ലാം നോറ്റിരിക്കുന്ന ആൾക്കാർ അവരെന്തിരിക്കുന്നു? അവർ ശരീരമെല്ലാം മെലിയും, കുറേ കാലം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ തപാനുഷ്ഠിക്കുകയാണ്. എന്തെല്ലോ ചെയ്യുന്ന ആൾക്കാരുടെ ശരീരം എന്താകും? ശുഷ്കിച്ച് വരും. എന്നിട്ട്
അവസാനം ഫലം കിട്ടുമ്പോൾ സുഖാനുഭവത്തിലേക്ക് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താണ്ടാവും? ശരീരം പുഷ്ടിപ്പെട്ട് വരും. അതുപോലെ ഉണങ്ങി വരണ്ട് കിടന്നിരുന്ന മരം, ഉണങ്ങിയിട്ടങ്ങനെ നശിക്കാൻ കിടക്കുന്ന മരങ്ങൾ ഈ മഴയങ്ങ് വീണപ്പോൾ എന്തു പറ്റി? ചെറിയ ഇലകളെല്ലാം വന്ന് അതങ്ങ് പുഷ്പിക്കും, കായ്ച്ച് പിടിക്കാൻ തുടങ്ങും. ഉണങ്ങിക്കിടക്കുന്ന മാതിരി ഉണങ്ങാൻ കിടക്കുന്ന ചെടിയായിരിക്കും. മഴ കിട്ടിയാൽ ഇലകളെല്ലാം അവിടുന്ന് ഇവിടുന്നെല്ലാം തളർത്തു വരും, പൂക്കളുണ്ടാവും, കായ്കളുണ്ടാവും, കായ്ച്ച് തുടങ്ങും. അപ്പം മരങ്ങൾ, ഉണങ്ങാൻ പോകുന്ന മരങ്ങളുടെ അവസ്ഥയും പറഞ്ഞ് അതിനെ നമ്മുടെ ജീവിതമായിട്ടും ബന്ധിപ്പിച്ചിട്ടും പറഞ്ഞു. ഇനി സമാധ 22 സമാധാനക്കേടുണ്ടാക്കുന്ന വീട്ടിൽ, അതായത് ഒരു കുത്തഴിഞ്ഞ് കിടക്കുന്ന വീട്ടിൽ ദുഷിച്ച വിഷയാസക്തനായ ഒരു മൂഢൻ ഗൃഹസ്ഥനായി വന്നാൽ, മൂഢനായ ഒരാൾ ആ വീടിൻ്റെ ഗൃഹനാഥനും ആയാൽ, അതുപോലെ ചേറും ചളിയുമെല്ലാം നിറഞ്ഞു കിടക്കുന്ന, അപ്പം ചില സ്ഥലത്തെ വെള്ളം എന്താണ്? ആകെ ചളിയും മണ്ണും എല്ലായിരിക്കും. അങ്ങനെയുള്ള വെള്ളത്തിൽ വണ്ടാരം കോഴി പോലെയുള്ളവ വസിക്കുന്നു. വണ്ടാരം കോഴി പോലെയുള്ളവ അവിടെ വസിക്കുന്നത് കാണാം. അപ്പോൾ ഈ ചളിയെല്ലാം ഉള്ള സ്ഥലത്തിലാണ് ചില കോഴികൾ, ഈ വണ്ടാരം കോഴിക്കെല്ലാം ഇഷ്ടം. അതുപോലെ ഏതുപോലെ? അപ്പോൾ അതും നമ്മൾ കാണും മഴയെല്ലാം പെയ്യുമ്പോൾ. ആകെ ചളി പിടിച്ച് കിടക്കുന്നവർക്കും ചില പക്ഷികളെല്ലാം അങ്ങനെ കഴിയുന്നത്. അത് ഏതുപോലെ? കുത്തടിഞ്ഞ കുടുംബത്തിൽ ഒരു ഗൃഹനാഥൻ ആ ദുഷിച്ച ഒരു എങ്ങനത്തെ ദുഷിച്ച വിഷയസുഖങ്ങളിലെല്ലാം താല്പര്യപ്പെട്ട ഒരു മൂഢൻ വസിക്കുന്നത് പോലെ ആ അവസ്ഥയായിട്ട് അതിനെ താരതമ്യം ചെയ്തു. ഇനി 23 നിരീശ്വരവാദികളാൽ കലികാലത്തിൽ വേദനിയമങ്ങൾ എപ്രകാരം തകർക്കപ്പെടുന്നുവോ, അപ്പം നിരീശ്വരവാദികളായ ആൾക്കാർ ഈശ്വരനൊന്നും വിശ്വാസമില്ലാതെ, അങ്ങനെ ഒരു പ്രപഞ്ചത്തിൽ ഒരു ശക്തിയൊന്നുമില്ല നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾ വേദനിയമങ്ങളെല്ലാം എന്താക്കും? അവർ നിഷേധിക്കും. അത് ഏതുപോലെ എന്നാൽ ഈ ജലപ്രവാഹത്തിൽ അണക്കെട്ടുകൾ തകർന്നു വീഴുന്നത് പോലെയാണ്. അപ്പം നല്ല മഴയുണ്ടാകുമ്പോൾ നമുക്ക് കാണാമല്ലോ, ഇത് അണക്കെട്ട് പൊട്ടാൻ പോകുന്നു, അണക്കെട്ട് തുറന്നു വിടുന്നു എന്ന് പറയുന്ന ഇന്നത്തെ അവസ്ഥ തന്നെയാണ് ഇവിടെയും. ഒരു കാര്യം വിടാതെ, തവള കരയുന്ന തൊട്ടിട്ടുള്ളത് വിടാതെ പറയുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ചില ആൾക്കാരുടെ സ്വഭാവവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. 24 നല്ല പുരോഹിതന്മാരാൽ പ്രേരിപ്പിക്കപ്പെടുന്ന രാജാക്കന്മാർ ഏത് പ്രകാരം അർഹരായ വേണ്ടപ്പെട്ടവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പുരോഹിതന്മാർ ഉപദേശിക്കുന്ന ആൾക്കാർ രാജാവോട് പറയുക, അവിടെ ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, രാജാവിനെ ഉപദേശിക്കേണ്ട ആൾക്കാരാണ്, അവിടെ വേണ്ടത് ചെയ്തു കൊടുക്കണം. ഏതുപോലെ എന്നാൽ ഈ മഴയായിട്ട് ബന്ധിപ്പിക്കുകയാണ്. കാറ്റുകൾ എന്തു ചെയ്യും? അതുപോലെ കാറ്റുകൾ പ്രേരിപ്പിക്കും മഴ പെയ്യാൻ. കാറ്റ് മേഘത്തെ അടിച്ച് ഓരോ ദേശത്തേക്കും കൊണ്ടുപോയിട്ട് കൂട്ടിച്ചേർത്ത് പ്രാണികൾക്ക് അമൃതജലം ചൊരിയുന്നു. ഇപ്പം കാറ്റ് മേഘത്തോട് പറയും, ചെല്ല് അങ്ങോട്ടേക്ക്, ഇത് ഇന്ന സ്ഥലത്തേക്ക് പോയിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ട് മഴ പെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കൊല്ലത്ത് കൊണ്ട് മഴ പെയ്യിപ്പിക്കുക. മേഘമാണ് അടിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ കാണുന്നുണ്ട്, നല്ല മേഘം മുകളിൽ ആകാശത്ത് നോക്കും മഴ പെയ്യുമെന്ന്. അപ്പം പറയും അല്ലല്ല, കാറ്റത് അടിച്ചുകൊണ്ട് വേറെ ഇടത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആ വിഷയവും ഇവിടെ ഏതുപോലെയെന്ന് ഉപദേശിച്ചു. നല്ല ഉപദേശകരുണ്ടെങ്കിൽ അവർ രാജാവോട് പറയും, അർഹതപ്പെട്ട ജനത്തിനെല്ലാം വേണ്ടത് പോയി കൊടുക്കുകയെന്ന്. ഇത് കൃഷ്ണൻ്റെ കഥയായിട്ട് അതിന് ബന്ധിപ്പിക്കണമല്ലോ. അപ്പോൾ 25 പറയുകയാണ്, ഇപ്രകാരം വർഷത്താൽ സമുദ്രമായ ഈന്തപ്പഴത്താലും ഞാവൽപ്പഴത്താലും നിറഞ്ഞ വൃന്ദാവനത്തിൽ കൃഷ്ണനും ബലരാമനും ഗോപന്മാരോടൊത്ത് കളിപ്പാനായി പ്രവേശിച്ചു. 26 അകടിൽ പാൽ നിറഞ്ഞത് കാരണം മെല്ലെ പോലെ പോകുന്ന പശുക്കൾ ഭഗവാനാൽ വിളിക്കപ്പെട്ടപ്പോൾ മുല ചുരന്നുകൊണ്ട് അതിവേഗത്തിൽ നടന്നു.
പശുവിൻ്റെ അകിടിൽ പാല് നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് അതിന് നടക്കാൻ പോലും വയ്യ. അപ്പം മെല്ലെ നടക്കുമ്പോൾ കൃഷ്ണൻ ദൂരത്തു നിന്ന് പേരും പറഞ്ഞ് വിളിക്കുമ്പോഴേക്ക് അത് വേഗത്തിൽ നടന്ന് പോകും. ഇനി 27. വനവാസികളെല്ലാം സന്തുഷ്ടരായി. മഴയെല്ലാം വന്നല്ലോ. പിന്നെ ഇവർ പാടിയെത്തി. പൂന്തേൻ ചൊരിയുന്ന വനസമൂഹങ്ങളെയും പർവ്വതത്തിലെ ജലപ്രവാഹത്തെയും സമീപത്തുള്ള ഗുഹകളെയും ഭഗവാൻ കണ്ടു. മനോഹരങ്ങളായ ശബ്ദങ്ങൾ ഭഗവാൻ കേട്ടു. 28. മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, വല്ല മരപ്പൊത്തിലോ ചിലപ്പോൾ വല്ല ഗുഹയിലോ കടന്നിരിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ തന്നെയാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണൻ കിഴങ്ങുകളും കായ്കനികളും ഭക്ഷിച്ച് വിഹരിച്ചു. ആ നല്ല കായ്കനികളും കിഴങ്ങുകളെല്ലാം അവിടെ ഉണ്ട്. അതെല്ലാം കഴിച്ചിട്ട് സുഖമായിട്ട് അങ്ങനെ നടന്നു. ഇനി 29 ബലരാമനും കൃഷ്ണനും ഗോപന്മാരും എല്ലാം കൂടി ജലത്തിനടുത്തുള്ള ഒരു പാറമേലിരുന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം കഴിച്ചു. 30-31 ഇളം പുള്ളിൽ നിന്ന് അയവിറക്കുന്നതും. അപ്പം ചില പശുക്കളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അയവിറക്കുന്നുണ്ട്. ചില പുല്ലെല്ലാം തിന്നിട്ട് അവിടെ കിടന്ന് അയവിറക്കുകയാണ്. ചിലത് കണ്ണ് ചിമ്മി കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന ഏതെല്ലാം പശു മാത്രമല്ല, കാളക്കുട്ടി, അകിട് നിറഞ്ഞ പശു. അങ്ങനെ അവയ്ക്കും സമസ്ത ജീവജാലങ്ങൾക്കും ആനന്ദം നൽകുന്നു. ആ എല്ലാ ജീവജാലങ്ങൾക്കും ആനന്ദം നൽകുകയാണ് ഈ വർഷകാലം. ആ വർഷകാല ശോഭയും ദർശിച്ച കൃഷ്ണൻ അതിനെ ബഹുമാനിച്ചു. അപ്പോൾ ആ വർഷകാലത്തെ കൃഷ്ണൻ ബഹുമാനിച്ചു. കാരണം എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാലമായിട്ട് അതിനെ കണ്ടു കഴിഞ്ഞു. ഇനി 32 ഇപ്രകാരം രാമകൃഷ്ണന്മാർ വനത്തിൽ വസിക്കുന്ന കാലത്ത് മഴക്കാലം നീങ്ങിപ്പോവുകയും തെളിഞ്ഞ വെള്ളം, അപ്പം മഴക്കാറെല്ലാം പോയി, പിന്നെ വെള്ളം എന്താകും, തെളിയും. അതുവരെ ഈ വെള്ളമെല്ലാം മറ്റേ വെള്ളമെല്ലാം വന്ന് വീണിട്ട് അങ്ങനെ കലങ്ങി മറിയുന്നതാണ്. അപ്പം ആ മഴക്കാലം നീങ്ങിപ്പോയി, തെളിഞ്ഞ വെള്ളം, പ്രശാന്തമായ കാറ്റ്, മൂലാവ ചേർന്നതുമായ ശരത്കാലം വന്നു. അപ്പോൾ മഴക്കാലം കഴിഞ്ഞ് പിന്നെ നല്ല ശരത്കാലം വന്നു. ഇനി അതിൻ്റെ വർണ്ണനയാണ്. യോഗഭ്രഷ്ടരായവർ 33 ഉദാഹരണ സഹിതം പറയുകയാണ്. യോഗഭ്രഷ്ടരായവർ വീണ്ടും യോഗ സാധനയിലേക്ക് വന്ന പോലെ. യോഗയെല്ലാം കുറച്ചു കാലം നോക്കി ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിച്ചിട്ട് പിന്നെ മതിയാക്കി വന്നവർ പിന്നെ ആദ്യം അതിലേക്ക് വരുന്നത് പോലെ ജലാശയത്തിൽ എന്തു പറ്റി, താമര ആമ്പൽ മൂലാവ നിറഞ്ഞു. പിന്നെയും താമരകളും ആമ്പലും, അതുവരെ താമരയൊന്നുമില്ല, പിന്നെ ആദ്യം മുളച്ച് വന്നു. ഏതുപോലെ യോഗഭ്രഷ്ടരായപ്പോൾ, യോഗയിൽ നിന്നെല്ലാം ഭ്രഷ്ടരായ അതൊന്നും നടക്കാതെ പിന്തിരിഞ്ഞവർ പിന്നെ ആദ്യം പ്രതീക്ഷയായിട്ട് പിന്നെയും ആത്മീയതയിലേക്ക് തിരിഞ്ഞതുപോലെ. ഇനി 34 ശ്രീകൃഷ്ണനിലുള്ള ഭക്തി ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമക്കാരിൽ ഉണ്ടാക്കുന്ന കഷ്ടതയെ ഇല്ലാതാക്കുന്നത് പോലെ ഇപ്പം ശ്രീകൃഷ്ണനിലുണ്ടാക്കുന്ന ഭക്തി 4 ആശ്രമങ്ങളിലും, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ജനങ്ങൾക്ക് അവരുടെ കഷ്ടത എന്താക്കും, ഇല്ലാതാക്കും. എന്ത്, ഈ ശ്രീകൃഷ്ണ ഭക്തി പോലെ. അതുപോലെ ശരത്കാലം എന്ത് ചെയ്തു, ആകാശത്തിൻ്റെ ആ മൂടലെല്ലാം അങ്ങ് പോയി. അതുവരെ മേഘമായിട്ട് അങ്ങനെ മൂടിക്കിടക്കുകയായിരുന്നു, അത് പോയി. പ്രാണികളുടെ തിങ്ങിയുള്ള പാക്കും, മഴക്കാലമാകുമ്പോഴും എല്ലാ ജീവകളും എവിടെയെങ്കിലും മൂടിയിൽ മരത്തിൻ്റെ ചോട്ടിലെല്ലാം അങ്ങനെ കൂടി കിടക്കുകയാണ്. സ്വതന്ത്രമായിട്ട് നടക്കാനൊന്നും പറ്റില്ല, എവിടെയെങ്കിലും കൂടി കിടക്കും മഴ പെയ്യുമ്പോൾ. ഇന്നും അങ്ങനെ തന്നെയല്ലേ, മഴ പെയ്യുമ്പോൾ എല്ലാവരും തിണ്ണകളിലെല്ലാം കയറിയിട്ട് ചേർന്ന് നിൽക്കും. പക്ഷെ ഇതെല്ലാം പോയി.
ശരത്കാലം വന്നപ്പോൾ തിങ്ങിയുള്ള പാർപ്പലം തീർന്നു. ഭൂമിയുടെ ചളിയും മാലിന്യവും എല്ലാം പരിഹരിച്ചു. ഇനി 35. ഇനി കർമ്മവാസന ദ്രോഹമകന്ന മഹർഷിമാർ. കർമ്മവാസന ദ്രോഹമകർന്ന മഹർഷിമാർ എന്ന് പറഞ്ഞാൽ മഹർഷിമാർ ഇരുന്നിട്ട് എപ്പോഴും വേദങ്ങളെപ്പറ്റി തല പുകഞ്ഞിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആശ്വാസം. അതുപോലെ കർമ്മവാസന എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മം എന്താണ്? വേദങ്ങൾ എഴുതിയാലും തന്നെ തല പുകഞ്ഞിരുന്ന് എഴുതലാണല്ലോ. കർമ്മവാസന ദ്രോഹമകന്ന മഹർഷിമാർ ഏകണാത്രയം ഉപേക്ഷിച്ച് മനസമാധാനത്തോടെ ഇരിക്കുന്ന പോലെ. അപ്പോൾ എല്ലാം വേദങ്ങളെല്ലാം എഴുതി കഴിഞ്ഞു. പിന്നെ സമാധാനത്തോടെ ഇരിക്കുന്നത് പോലെ മേഘങ്ങൾ എന്ത് ചെയ്തു? തങ്ങളിലുള്ള സകല ജലസമ്പത്തും ഉപേക്ഷിച്ചു. മേഘങ്ങളിൽ എന്തുണ്ട്? ജലത്തിൻ്റെ കണങ്ങളുണ്ട്. അതുകൊണ്ടാണ് കറുത്ത് മൂടിക്കിടക്കുന്നത്. ജലകണങ്ങളെല്ലാം കൂടിയ മേഘങ്ങളെ, ഇരുണ്ട മേഘങ്ങളാണ് നമ്മൾ കാണുമ്പോൾ പറയും മഴ ഇപ്പം പെയ്യും. അപ്പോൾ ആ വെള്ളത്തെ എല്ലാം ഉപേക്ഷിച്ച് അതിൻ്റെ കർമ്മം മഴ പെയ്യിപ്പിക്കലാണ് കർമ്മം. അതിൻ്റെ കർമ്മം എന്താണ്? അതിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന സമ്പത്ത് ജലം. മേഘത്തിൻ്റെ സമ്പത്ത് ജലമാണ്. ആ ജലത്തെ എല്ലാം അങ്ങ് പെയ്ത് വർഷിച്ച് തീർത്തിട്ട് അപ്പം ശുദ്ധമായി, മനസ്സു ശുദ്ധമായി. ഋഷികൾ അവരെ തലയിലുള്ള ബുദ്ധി മുഴുവൻ വേദങ്ങളായിട്ട് എഴുതി വെച്ചു. അതിൽ എഴുതി വെച്ചതിൻ്റെ ശേഷം മനസ്സിന് സമാധാനമായി. അവർ വെള്ളം അതിൻ്റെ അകത്തുള്ള സമ്പത്ത് ജലം മുഴുവൻ വർഷിച്ച് തീർത്തപ്പോൾ ഉപേക്ഷിച്ചപ്പോൾ വെണ്മ കലർന്നവനായിട്ട് പരിലസിച്ചു. നല്ല വെളുത്ത നിറത്തിൽ മേഘങ്ങൾ, നല്ല വെള്ള മേഘങ്ങൾ അന്തരീക്ഷത്തിൽ ശുദ്ധമായിട്ട് നിന്നു. അത് മഹർഷിമാരുടെ ജ്ഞാനം എഴുതിപ്പിടിപ്പിച്ചതുമായിട്ട് ബന്ധിച്ചങ്ങ് അപ്പം മഴക്കാലത്ത് ഓരോ സീസണിലുള്ള കാലങ്ങൾ, മഴ കഴിഞ്ഞാലുള്ള സീസണിലുള്ള കാലങ്ങളെല്ലാം നമ്മുടെ എല്ലാം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് ബന്ധിപ്പിച്ചിട്ട് പറയുന്നു. ഇനി 36 പറയുകയാണ്, തത്വജ്ഞാനികൾ ജ്ഞാനമാകുന്ന അമൃതത്തെ ചില കാലത്ത് ചിലവർക്ക് കൊടുക്കും. നല്ല ജ്ഞാനമെല്ലാം തികഞ്ഞ ആൾക്കാർ ചില കാലത്ത് ചിലവർക്ക് അവരുടെ തത്വജ്ഞാനം കൊടുക്കും, ചില കാലത്ത് ചിലർക്ക് കൊടുക്കുകയുമില്ല. ഏതുപോലെ എന്നാൽ പർവ്വതങ്ങൾ അതിലുള്ള ജലമെല്ലാം ചില സ്ഥലത്തേക്ക് മാത്രം ഒഴുക്കിവിടും, ചില സ്ഥലത്തേക്ക് ഒഴുക്കിവിടില്ല. അതായത് ഒരു പർവ്വതം ഉണ്ടെന്ന് വെച്ചോ, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും നടുവിലൊരു പർവ്വതം ഉണ്ടെന്ന് വെച്ചോ, മഴ പർവ്വതത്തും വീഴും. പക്ഷെ അതിൽ വെള്ളം ഒലിക്കുന്നത് ചിലപ്പം കേരളത്തിലേക്ക് മാത്രമായിരിക്കും, അപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഋഷികൾ അവരുടെ നല്ല ജ്ഞാനമുള്ള ആൾക്കാർക്ക് ചില സമയം ചിലവർക്ക് കൊടുക്കും, എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല. അതുപോലെ ഈ മലകൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ വെള്ളം ചിലപ്പോൾ ചില സ്ഥലക്കാർക്ക് കൊടുക്കും, ചില സ്ഥലക്കാർക്ക് കൊടുക്കില്ല. ആ മലകളിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പ്രത്യേകതയാണ് ഇവിടെ ഈ തരത്തിൽ പറഞ്ഞത്. ഇനി 37, ആഴം കുറഞ്ഞ വെള്ളത്തിലെ ജീവികൾ വെള്ളം പതുക്കെ പതുക്കെ കുറയുന്നത് ശ്രദ്ധിക്കാത്തതുപോലെ. അപ്പം ചില തടത്തിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ ഒരു വെള്ളമെല്ലാം നമ്മളെ പറമ്പത്തേക്കെല്ലാം കയറും. സാധാരണ വെള്ളമൊന്നും പറമ്പത്ത് കയറില്ല, പക്ഷെ ചില സ്ഥലത്ത് വലിച്ച് പറമ്പത്തേക്ക് കയറും. അപ്പോൾ മത്സ്യങ്ങളും അതിൻ്റെ കൂട്ടത്തിലിങ്ങ് കയറും. ഈ പോന്ന വഴിയിൽ ചിലപ്പോഴങ്ങ് അടഞ്ഞു പോകും. അപ്പോൾ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ ഇത് അതിൻ്റെ അകത്താവും, പക്ഷെ അതിനൊരു കൂസലും ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ വെള്ളം എന്താകുന്നുണ്ട്? ഇറങ്ങിപ്പോകുന്നുണ്ട്, അത് അറിയുന്നില്ല. അതുപോലെ ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. വെള്ളം കയറുമ്പോൾ പറമ്പത്തെല്ലാം കയറും, വെള്ളം ഒലിച്ചു പോകുമ്പോൾ പറമ്പത്ത് അടഞ്ഞു പോകും. പിന്നെ ഇവന്മാർക്ക് പോകാൻ പറ്റില്ല, അപ്പം പറമ്പത്ത് തന്നെ തങ്ങിക്കിടക്കും. പിന്നെ ആ വെള്ളം കുറച്ച് താണു പോകുമ്പോഴെന്താണ് അവസ്ഥ? അതുപോലെ മൂഢന്മാരായ മനുഷ്യർ ഓരോ നാളും ആയുസ് കുറഞ്ഞുകൊണ്ട് പോകുന്നത് അറിയുന്നില്ല. നമ്മളെല്ലാം മൂഢന്മാരാണ്. ആയുസ് കുറഞ്ഞു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ആയുസ് കുറയുകയാണ്.
നമ്മൾ വിചാരിക്കും നാളെ ഒരു സിനിമക്ക് പോകാൻ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ഒന്ന് നാളെ ആയാൽ മതിയെന്ന്. അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ എന്താ പറ്റുന്നത്? യഥാർത്ഥത്തിൽ ആയുസ് നമ്മൾ മരണത്തോട് അടുക്കുകയാണ്. അപ്പം നമ്മൾ മൂഢന്മാരാണ്. പെട്ടെന്ന് അത് വരണം എന്ന് വിചാരിക്കും. ഓ, ഞായറാഴ്ചയാണല്ലോ കല്യാണം, എങ്ങനെയൊക്കെ ഞായറാഴ്ച ഒന്ന് ആയാൽ മതി എന്ന്. എവിടത്തേക്കാണ്? അപ്പോൾ 4-5 ദിവസം മരണത്തോട് അടുക്കുകയാണ്. ഇനി 38 പറയുകയാണ്, ദരിദ്രരും ദീനരും കുടുംബിയും ഇന്ദ്രിയജനം നേടാത്തവനും തപിക്കുന്നത് പോലെ. ഇന്ദ്രിയജനം എന്ന് പറഞ്ഞാൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത സാധാരണ ജനങ്ങൾ തപിക്കുന്നത് പോലെ എന്തു പറ്റുന്നു? ആഴമില്ലാത്ത ജലത്തിലെ ജീവികൾ കുറച്ച് വെള്ളമേ ഉണ്ടാവും. മഴക്കാലത്ത് വെള്ളം പുറത്തുനിന്ന് പറമ്പത്തേക്ക് കയറി, കുറേ മത്സ്യങ്ങളും കയറി, വെള്ളം ഇറങ്ങിപ്പോയി. പക്ഷേ ഇതിവിടെ കുറച്ച് കുഴിയുള്ളതുകൊണ്ട് ആ വെള്ളം അവിടെ നിന്നു, അതിനകത്തുള്ള മത്സ്യം അവിടെ നിന്നു. പിന്നെ എന്താ പറ്റുന്നത്? ശരത്കാലത്തിലെ സൂര്യൻ്റെ ജലത്താൽ എന്തു പറ്റുന്നു? കഷ്ടപ്പെടുന്നു. എന്നിട്ട് നല്ല വെയിൽ വരുമ്പോൾ ഈ വെള്ളം കിടന്ന് ചൂടാൻ തുടങ്ങും. കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് കിടന്നിട്ട് അത് അങ്ങ് കഷ്ടപ്പെടുക. അതുപോലെയാണ് ദരിദ്രരും ദീനരും കുടുംബികളും പിന്നെ ഇന്ദ്രിയജയം നേടാത്തതുമായ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവരുമായ ഇത്തരം ജനങ്ങൾ കുടുംബത്തിൽ കിടന്നിട്ട് താപത്രയത്താൽ തപിക്കുന്നത്. അത് ചില മത്സ്യങ്ങൾ കുഴിയിൽ പൊട്ടിട്ട് വെയിലത്ത് ചൂടാകുന്ന അവസ്ഥയെ പറ്റി അതുമായിട്ട് താരതമ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് പറയുകയാണ് ഒരു മഴക്കാലത്തും മറ്റുള്ള അതിന് ശേഷമുള്ള അവസ്ഥയും. ഇനി 39 വിവേകികൾ ആത്മാവല്ലാത്ത ദേഹേന്ദ്രിയങ്ങളിൽ ഞാൻ എൻ്റേത് എന്ന അഭിമാനം കൈവെടിയുന്നത് പോലെ നല്ല ജ്ഞാനമുള്ള വ്യക്തികൾ ഈ ശരീരത്തിൽ ഞാൻ എൻ്റേത് എന്ന ജ്ഞാനത്തെ ഉപേക്ഷിക്കും. വിവരമുള്ളവർ ഇത് ഞാനാണ് എൻ്റേത്, അത് വേറെ ആളാണ്, ഇങ്ങനെ ഭേദവിചാരങ്ങളെല്ലാം ഒഴിവാക്കും. നല്ല ആൾക്കാർ ഏതുപോലെ? കരപ്രദേശങ്ങളിൽ ചളിയെല്ലാം ഉപേക്ഷിക്കുന്ന പോലെ. നല്ല കരയുള്ള പ്രദേശമാണെങ്കിൽ പെട്ടെന്ന് ചളിയെല്ലാം അടിച്ചങ്ങ് കയറും. പക്ഷേ വെള്ളപ്പൊക്കമെല്ലാം കയറുമ്പോൾ ചില ഉയർന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറും, അവിടെ ചളി ഉണ്ടാവും. പക്ഷെ അതങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പാട് തന്നെ ചളിയെല്ലാം ഇല്ലാവും. നല്ല വെയിലങ്ങ് അടിക്കുമ്പോൾ ഈ ചളിയെല്ലാം പോകും. അപ്പോഴും ലതകൾ എന്ത് ചെയ്യും? നേർ പശുമയെയും വിട്ടുകളയുന്നു. പിന്നെ വള്ളികളും ആ കൂട്ടത്തിലൂടെ അതും പാലെല്ലാം അടിച്ചു കയറിയാലും അതുമെല്ലാം ഇല്ലാതെ കരിഞ്ഞു പോകും. ഇനി 40 മനസ്സ് ശാന്തമായ ഋഷികൾ മനസ്സ് ശാന്തമായവർ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ, ബ്രഹ്മതത്വം ഗ്രഹിച്ചു കഴിഞ്ഞാൽ വേദോച്ചാരണം നിർത്തിക്കുന്നത് പോലെ വേദത്തിലെ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ ഋഷി പിന്നെ വേദങ്ങൾ ചൊല്ലാൻ നിൽക്കല് എടുത്ത് കളയും. എല്ലാം തലയിൽ കയറി കഴിഞ്ഞു, പിന്നെ അതും കൊണ്ട് നടക്കുന്ന എന്തിന്? അതുപോലെ ഇളക്കമില്ലാത്ത സമുദ്രം നിശബ്ദമായി ഭവിച്ചു. മഴക്കാലമെല്ലാം കഴിഞ്ഞപ്പോൾ സമുദ്രങ്ങൾ ശാന്തമായി. അതുപോലെ ഋഷികൾ വേദങ്ങളിലെ ജ്ഞാനം മുഴുവൻ ഉള്ളിൽ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേദത്തെ ചൊല്ലുന്നതെല്ലാം അങ്ങ് നിർത്തും. അതിൻ്റെ ആവശ്യമില്ല. വേദം ചൊല്ലേണ്ട ഒരു കാര്യമില്ല. ഉള്ളിൽ തലയിൽ കയറി അതിന് ഈ ചൊല്ലി നടക്കുന്ന എന്തിനാണ്? ഈ ചൊല്ലി നടക്കുന്നവർക്ക് എന്നും തലയിൽ ഇത് കയറിയിട്ടില്ല. തലയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ചൊല്ലേണ്ട ആവശ്യമില്ല. ഇനി 41 യോഗികൾ ഇന്ദ്രിയങ്ങളിലൂടെ ചോരുന്ന ജ്ഞാനത്തെ പ്രത്യാഹാരത്താൽ തടയുന്നത് പോലെ നമ്മളിലേക്ക് എത്തുന്ന ജ്ഞാനം ചോർന്നു പോകാതെ അതിനാണ് യോഗാഭ്യാസത്തിലെ പ്രത്യാഹാരം എല്ലാം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജ്ഞാനം നമ്മിൽ തന്നെ ഉറച്ചു വെക്കണം. നമ്മളിലുള്ള കഴിവുകൾ, ജ്ഞാനങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മിൽ തന്നെ സംഭരിച്ച് വെക്കുന്നത് പോലെ കൃഷിക്കാർ കണ്ടങ്ങളിൽ നിന്നും വാർന്നു പോകുന്ന ജലത്തെ ഉറച്ച വരമ്പുകൾ കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. കൃഷിക്കാരെന്ത് ചെയ്യും?
കയറിയ വെള്ളം പുറത്തു പോകാതിരിക്കാൻ വരമ്പ് കെട്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇനി 42. ആധ്യാത്മിക ജ്ഞാനം ദേഹാഭിമാനത്താലുള്ള താപത്രയത്തെ ശമിപ്പിക്കുന്ന പോലെ ശരിയായ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ മറ്റുള്ള ഭൗതികമായ നമ്മളുണ്ടാക്കുന്ന പ്രയാസങ്ങളെല്ലാം തന്നാലെ മാറിപ്പോകും. അതുപോലെ ശ്രീകൃഷ്ണൻ ഗോപശ്രീകളുടെ മദനതാപത്തെ ശമിപ്പിക്കുന്ന പോലെ വേറൊരു ഉദാഹരണം. ശ്രീകൃഷ്ണൻ സ്ത്രീകളുടെ മദനതാപത്തെ ശമിപ്പിക്കുന്ന പോലെ ചന്ദ്രൻ പ്രാണികൾക്ക് ശരത്കാലത്തുണ്ടാകുന്ന കൊടും ചൂടിനെ ശമിപ്പിക്കുന്നു. രാത്രിയാകുമ്പോൾ ചന്ദ്രൻ എന്ത് ചെയ്യും? ആ ചൂടിന് നല്ല ആശ്വാസം നൽകും. വേദാർത്ഥങ്ങളുടെ അറിവുള്ളതും, അതായത് വേദങ്ങളെപ്പറ്റി അതിൻ്റെ ശരിയായ അർത്ഥത്തെപ്പറ്റി ശരിയായ അറിവുള്ള സത്വഗുണം ചേർന്നതുമായ ചിത്തത്തെ പോലെ എന്നിട്ട് ഉറച്ച മനസ്സ്, വേദങ്ങളിൽ പറയുന്ന ശാസ്ത്രതത്വങ്ങളെ ശരിക്കും മനസ്സിൽ ഉറപ്പിച്ചവൻ്റെ ചിത്തം പോലെ ശരൽക്കാലത്ത് തെളിവാർന്ന നക്ഷത്രങ്ങളും മഴക്കാറെല്ലാം ഒഴിഞ്ഞിട്ട് ആകാശം തെളിഞ്ഞു നിൽക്കും. ആകാശം നല്ല തെളിഞ്ഞു നിൽക്കും ശരത്കാലത്ത്. ഏതുപോലെ? വേദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് സത്വഗുണം ഉറച്ച മനസ്സുമായി നിൽക്കുന്ന ചിത്തമുള്ളവരെ പോലെ ആകാശവും തെളിമയായി നിൽക്കും. ഏതൊരു കാലത്ത്? ശരത്കാലത്ത്. 44. ഏത് പ്രകാരം യാദവകുലത്തിൽ യാദവത്തിൻ്റെ നേതാവായ കൃഷ്ണൻ വന്നു വിളങ്ങിയോ അതുപോലെ ആ കാലത്ത് നക്ഷത്രനാഥനായ ചന്ദ്രനെയും ആകാശത്തിൽ നല്ല തെളിമയോടുകൂടി നിൽക്കും. ഏത് കാലത്ത്? ശരൽ കാലത്ത്. ഇനി 45 പറയാണ്, തുല്യ നിലക്കുള്ള, അതായത് തണുപ്പും ചൂടും ഉള്ള പൂങ്കാവനത്തിൽ നിന്നും വരുന്ന കാറ്റ്. അധികം ചൂടും തണുപ്പും അല്ലാതെ നല്ലൊരു സുഖമായ കാലാവസ്ഥയിലുള്ള ആ പൂങ്കാവനത്തിൽ നിന്നും നല്ലൊരു കാറ്റ് വരുമ്പോൾ അതിനെ ആശ്ലേഷിച്ചാൽ ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നു? അവരുടെ താപമെല്ലാം തീർക്കുന്നു. ഇപ്പം ജനങ്ങളുടെ ഉഷ്ണം എല്ലാം ഒരു നല്ലൊരു സുഖം കിട്ടും. എപ്പോൾ? നല്ലൊരു തെളിഞ്ഞൊരു കാറ്റ്, തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് അധികം ചൂടും തണുപ്പില്ലാത്ത വനങ്ങളിലൂടെ പൂങ്കാവനത്തിലൂടെ അടിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചൂട് വല്ലതും ഉണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസം നമുക്ക് കിട്ടുന്നു ആ കാലഘട്ടത്തിൽ. ഇതിൽ നീ സീസണിൽ ശരത്കാലത്ത്. എന്നാൽ കൃഷ്ണനാൽ കവർന്നെടുക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയ ഗോപികൾ ആ കാറ്റിനാൽ താപം തീർന്നവരായില്ല. എന്നാൽ കൃഷ്ണനാൽ കവർന്നെടുക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയ ഗോപസ്ത്രീകൾക്ക് അവരുടെ ആ കാറ്റുകൊണ്ടൊന്നും അവരുടെ താപം തീർന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്ന് ഊഹിച്ചാൽ മതി. അപ്പം അവർക്കെന്താണ് ഉണ്ടാവുക? അവരുടെ ആ സമയത്ത് ആ ശരത്കാലത്തിൽ അവരുടെ വികാരങ്ങളിലെല്ലാം ഉണ്ടാവും. അതിന് ശമനം കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ശമനം കിട്ടുക? കൃഷ്ണൻ്റെ സാമീപ്യത്തിൽ. കൃഷ്ണൻ ആരാണ്? ഈ നാട്ടിലുള്ള പുരുഷന്മാരെല്ലാം കൃഷ്ണൻ തന്നെയാണ്. സ്വന്തം ഭർത്താക്കന്മാരെല്ലാം തന്നെ കൃഷ്ണനാണ്. ഭർത്താവിനെ കൃഷ്ണനായിട്ട് കാണുന്നതാണ്, ഈശ്വരനായിട്ട് കാണുന്നതാണ് വേദം നേരത്തെ തന്നെ നമ്മൾ കണ്ടത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ശ്രീകൃഷ്ണനാണ്. അപ്പോൾ അവിടെ കിടക്കുന്ന ഗോപന്മാരെല്ലാം ഭർത്താക്കന്മാരെല്ലാം ശ്രീകൃഷ്ണന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് അടുത്ത 46ാമത്തെ മന്ത്രത്തിൽ എന്ത് പറയുന്നു? ഈശ്വരപ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ സൽഫലങ്ങളാൽ പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കുന്നത് പോലെ. പുരുഷാർത്ഥങ്ങൾ ധർമാർത്ഥം, കാമമോക്ഷം. കാമവും ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് കിട്ടും. ആർക്ക്? ഗോപശ്രീകൾക്കും കിട്ടും. അപ്പം ഈശ്വരപ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുകയാണ്. അപ്പം കാമവും ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആരുടെ? ഈശ്വരനാരാണ്?
ഭർത്താവ് തന്നെയാണ്. ഭർത്താവിനെ ഈശ്വരനായിട്ട് കാണുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ല വേറെ എടുത്ത് തപ്പി കടന്ന് ഭർത്താവിനെയും ആകെ ഒരുമാതിരി ആക്കിയിട്ട് ഈശ്വരനെയും നോക്കി നടന്നു കഴിഞ്ഞാൽ നടക്കുകയേ ഉള്ളൂ. അപ്പോൾ ഈശ്വരപ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ സൽഫലങ്ങളാൽ പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കുന്നത് പോലെ പശുക്കളും പെൺമൃഗങ്ങളും പെൺപക്ഷികളും മനുഷ്യ സ്ത്രീകളും ശരത്കാലം നിമിത്തം ആ കാലം എത്തുമ്പോൾ നേരത്തെ പറഞ്ഞു അവരുടെ ദാഹം തീർന്നില്ല, ചൂട് തണിച്ചില്ല. അപ്പോൾ എന്തു പറ്റി? ഭർത്താക്കന്മാരാൽ അവരവരുടെ ഭർത്താക്കന്മാരാൽ, അത് തന്നെയാണ് കൃഷ്ണനെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയല്ലേ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്നെയാണ്. ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും ഭർത്താവായിട്ട് കാണും. അല്ല, എല്ലാത്തിനെയും കൃഷ്ണനായി, ഭർത്താവല്ല, എല്ലാത്തിനെയും കൃഷ്ണനായിട്ട് കാണണം. സ്വഭർത്താക്കന്മാരാൽ അനുഗമിക്കപ്പെട്ട് ഗർഭവതികളായി. പക്ഷികളും മൃഗങ്ങളും എല്ലാം ഗർഭവതികളായി. അങ്ങനെയാണ് അവരുടെ താപം ശമിച്ചത്. ആരിലൂടെ? സ്വന്തം ഭർത്താക്കന്മാരുടെ. ഭർത്താക്കന്മാരാരാണ്? കാണപ്പെട്ട ദൈവമാണ്. ദൈവമാർ ഈശ്വരനാണ്. ഈശ്വരനാരാണ്? ശ്രീഹരിയാണ്. അതാണ് കൃഷ്ണൻ. കുറച്ച് വളച്ചു കെട്ടി പറയുന്നതേ ഉള്ളൂ. ബുദ്ധിയുള്ളവന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നതെന്ന് അർത്ഥം കിട്ടും. അല്ലാതെ ഭർത്താവിനെ ഒരുമാതിരി ആക്കി ആടിയിട്ടിട്ട് കൃഷ്ണ കൃഷ്ണ എന്നും വിളിച്ച് കടന്നു കഴിഞ്ഞാൽ കൃഷ്ണ കൃഷ്ണ എന്നും പറഞ്ഞ് നടക്കാനേ പറ്റുകയുള്ളൂ. വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കള്ളന്മാരൊഴിച്ച് മറ്റുള്ള ജനങ്ങളെല്ലാം രാജാവിനാൽ നിർഭയരായിട്ട് ആഹ്ലാദിക്കുന്നത് പോലെ കള്ളന്മാർ രാജാവിനെ പേടിക്കും. അല്ല, ബാക്കിയുള്ള ജനങ്ങൾ, കള്ളന്മാർ ഒഴിച്ചുള്ള ജനങ്ങൾ രാജാവിൻ്റെ കീഴിൽ ആഹ്ലാദത്തോടു കൂടി കഴിയുന്നത് പോലെ ആമ്പലൊഴിച്ചുള്ള മറ്റുള്ള പുഷ്പങ്ങൾ, ജലപുഷ്പങ്ങൾ സൂര്യോദയത്തിൽ വികസിച്ചു വന്നു. സൂര്യോദയമായപ്പോൾ ആമ്പലൊഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം വിരിഞ്ഞു. ജലപുഷ്പങ്ങൾ സൂര്യോദയത്തിൽ ആമ്പലൊഴിച്ചിട്ടുള്ള മറ്റ് പുഷ്പങ്ങളെല്ലാം വിരിഞ്ഞു വന്നു. അപ്പോൾ ആമ്പലിനെ അവിടെ ഏതോ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? കള്ളന്മാരുമായിട്ട്. മറ്റുള്ള പുഷ്പങ്ങൾ ജനങ്ങളാണ്. രാജാവുമായിട്ട് നല്ല ജനങ്ങൾ രാജാവിൻ്റെ കീഴിൽ നല്ലോണം, സൂര്യൻ്റെ കീഴിൽ നല്ലവണ്ണം സന്തോഷിച്ച് കഴിയുന്നത് പോലെ എല്ലാ പൂക്കളും സൂര്യൻ ഉദിച്ചപ്പോൾ വിടർന്നു വന്നു. ആമ്പൽ മാത്രം കള്ളനായോണ്ട്, കള്ളൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഉദാഹരണം വെച്ച് വരുമ്പോൾ അതുപോലെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 48 പറയുകയാണ്, നഗരങ്ങളും ഗ്രാമങ്ങളിലും പുത്തരി ഉത്സവമെല്ലാം. ആ കാലത്താണല്ലോ പുത്തരി ഉത്സവമെല്ലാം നടക്കുന്നത്. പുത്തരി ഉത്സവത്താലും വൈദികപരമായ അത് ആ കാലഘട്ടത്തിലുള്ള ചടങ്ങുകളാലും ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി നൽകുന്ന മഹോത്സവങ്ങളാലും പലതരം ആഘോഷങ്ങൾ ആ കാലഘട്ടത്തിലാണ് നടക്കുക. ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. വിളഞ്ഞ ധാന്യച്ചെടികളാലും അപ്പോഴെല്ലാം എല്ലായിടവും ധാന്യങ്ങൾ വിളഞ്ഞു നിൽക്കും. ഭൂതലം മഹാവിഷ്ണുവിൻ്റെ അംശമായ രാമകൃഷ്ണനാൽ ശോഭിക്കപ്പെട്ടു. മഹാവിഷ്ണുവിൻ്റെ അംശമായ രാമകൃഷ്ണനാൽ, ബലരാമനും കൃഷ്ണനാലും ശോഭിതമായി എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ശോഭിതമായതിനെ പറ്റിയാണ് പറയുന്നത്? അവിടെയുള്ള എല്ലാ ആഘോഷങ്ങളെല്ലാം അതിനെല്ലാം കൃഷ്ണനായിട്ട് തന്നെ കാണുന്നു. എല്ലാം കൃഷ്ണനാണ്, എല്ലാം ബലരാമനാണ്, എല്ലാം ശ്രീഹരിയാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അംശമായ രാമകൃഷ്ണന്മാരാൽ ശോഭിച്ചു എന്ന് പറയുന്നത് അവിടെ കാണുന്ന എല്ലാം പുഷ്പങ്ങൾ, കായ്കൾ എല്ലാം സുഭിക്ഷമായിട്ട് ആ കാലം തന്നെയാണ് നല്ലൊരു ശോഭ പരത്തിക്കൊണ്ട് അവിടെ വൃന്ദാവനം അങ്ങനെ വികസിച്ച് നിൽക്കുന്നത്. ഇനി 49 യോഗസിദ്ധന്മാർ അന്ത്യകാലം എത്തിയാൽ എന്ത് ചെയ്യും? സ്വന്തം മഹിമയാൽ ദിവ്യദേഹങ്ങളിൽ പ്രവേശിക്കും.
അത് നല്ല മനുഷ്യർ, അത് യോഗസിദ്ധന്മാർ, യോഗയുള്ളവരും യോഗ എടുക്കുന്നവരും ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവരും എല്ലാം ബ്രഹ്മസാക്ഷാത്കാരം അവർക്ക് അന്ത്യമില്ലല്ലോ, അവർ ലയിച്ചു കഴിഞ്ഞു. ലയിക്കാത്തവർ, ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർക്ക് പിന്നെ അന്ത്യകാലമില്ല, അവർ ബ്രഹ്മത്തിൽ ലയിച്ചു. അപ്പോൾ അന്ത്യകാലം എന്നിവിടെ പറഞ്ഞ സ്ഥിതിക്ക് ആ ബ്രഹ്മസാക്ഷാത്കാരം നേടാത്ത ദിവ്യരായ എല്ലാ പുരുഷന്മാരും അടുത്ത ജന്മത്തിലേക്ക് വേറൊരു ദേഹം, ദിവ്യമായ ഒരു ദേഹം, അവരുടെ ആ ഒരു അവസ്ഥയ്ക്ക് യോജിച്ച, കാരണം അവർ ബ്രഹ്മത്തോട് അടുക്കുന്നവരാണ്. അപ്പോൾ അടുത്ത ജന്മത്തിലും, കാരണം ഏകദേശം കർമ്മം തീർന്നതുകൊണ്ടാണ് ആ ചിന്താഗതി ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മത്തിലേക്ക് പോയി തിരിച്ചു പോകാൻ. അപ്പോൾ അടുത്ത ജന്മത്തിലും കുറച്ച് മിച്ചം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ജന്മം ശരീരം സ്വീകരിക്കുന്നത് പോലെ, അപ്പം വിരക്തി വന്നിട്ട് പൂർണ്ണ വിരക്തി എത്തിയാലേ ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയുള്ളൂ. അല്ലാതെ അവർ അടുത്ത ജന്മത്തിൽ ബാക്കിയുള്ള ജോലി തീർത്ത് അടുത്ത ജന്മത്തിലും കുറച്ചുണ്ടെങ്കിൽ അതും ചെയ്ത് തീർത്തിട്ടേ പോകാൻ പറ്റൂ. പക്ഷേ അവരെടുക്കുന്ന പുനർജന്മങ്ങൾ അതേ ടൈപ്പിലുള്ളതായിരിക്കും. സന്യാസത്തിലേക്ക് താല്പര്യമുള്ള ആളായിട്ട് മാറും. അതുപോലെ അപ്പോൾ അതിനനുസരിച്ച് ഒരു ശരീരം തീർക്കുന്നത് പോലെ കർഷകർ, സന്യാസിമാർ, ബാക്കിയുള്ളവർ, രാജാക്കന്മാർ, ബ്രഹ്മചാരികൾ എന്നുള്ള എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ശരക്കാരെന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരവരുടെ ബാക്കിയുള്ള ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ട കർമ്മങ്ങളിലേക്ക്, അതായത് മഴക്കാലം കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ആദ്യമേ ആക്റ്റീവായി അവരവരുടെ കർമ്മങ്ങളിലേക്ക് നീങ്ങുന്നു.